ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വ്ളോഗായിട്ടോ ഒന്നും ആയിട്ടല്ല. എൻ്റെ ലൈഫിൽ നടക്കാൻ പാടില്ലാത്തത് ഒട്ടും ഒട്ടും ലൈക്ക് ഒട്ടും ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ വേസ്റ്റ് പാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് എനിക്ക് ഭയങ്കര ആ ഒരു കാലം ഓർക്കുമ്പോൾ എന്നെ ലൈക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ആ ഒരു എൻ്റെ ആ എക്സ്പീരിയൻസും ഞാൻ അതിൽ നിന്ന് ഓവർകം ചെയ്തതും ആരെങ്കിലും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് പറയുമ്പോൾ തന്നെ ഇല്ല, എനിക്ക് ആ ഒരു കാലം എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥ. സോ എൻ്റെ കഥ ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ പാസ്റ്റ് എന്തെന്ന് ലൈക്ക് ഞാൻ മരിച്ച് ജീവിച്ച ഒരു മനുഷ്യനാണെന്ന് പറയാം. പുനർജന്മം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഉണ്ടാവില്ല ഇനി എന്ന് വരെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ വേണ്ട ഈ ലൈഫേ വേണ്ടാന്ന് വിചാരിച്ച എൻ്റെ കുറച്ച് മൊമെൻറ്റ്സും എൻ്റെ പാസ്റ്റിൽ ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ ഈ കഥ തുടങ്ങുന്നത് ഞാൻ നയൻത്തിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരേ മോള്, ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ ഒരാൾ തന്നെ ഉള്ളത്. കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നയൻത്തിൽ പഠിക്കുമ്പോൾ എനിക്ക് എപ്പം രാവിലെ കണ്ണുവേദന എന്ന് പറയുന്ന റൈറ്റ് കണ്ണ് എപ്പോൾ വേദന, കണ്ണ് ഇങ്ങനെ ചൊറിച്ചിൽ വേദന എപ്പോൾ റെഡായിട്ടുണ്ടാകും എൻ്റെ കണ്ണ്. അപ്പോൾ എന്ത് നമ്മൾ ഫസ്റ്റ് വിചാരിച്ച് ചെങ്കണ്ണായിരിക്കുമെന്ന്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ തിരുമ്പിയത് കൊണ്ട് എനിക്ക് ഇങ്ങനെ റെഡ് വരുന്നതായിരിക്കും എന്നിട്ട് ഞാൻ ഫസ്റ്റ് മൈൻഡാക്കുന്നൊന്നും ഉണ്ടായിട്ട. അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഒരു കുറവുണ്ട്, ചെറുങ്ങനെ ഉണ്ടായത്, കണ്ടു തുറക്കാനല്ല പറ്റുന്ന ആ ഒരു ലെവലിലുണ്ടായത്. അങ്ങനെ കുറച്ചധികം ദിവസം കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ എണീക്കുമ്പോൾ ഇല്ലേ ഒരു കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, ചെറിയൊരു ഇതിൽ ഇങ്ങനെയുണ്ട് ഒരു കണ്ണ്. അപ്പോൾ ആ ഒരു ഇതായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡസ്റ്റ് അലർജി ആയിരിക്കും. ഡോക്ടർ എന്തായാലും കൺസൾട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ പറ്റില്ല, ഇതിങ്ങനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എല്ലിയിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ചെങ്കണ്ണെന്ന് തോന്നുന്നു. അങ്ങനെ അതിനുള്ള ഡ്രോപ്സ് തന്ന് അങ്ങനെ വന്ന് ഡ്രോപ്സ് വെച്ച് എന്നിട്ട് എന്തൊരു മാറ്റമില്ല കണ്ണിന്. അങ്ങനെ ഒരു ഈവനിങ് എല്ലാം ആകുമ്പോൾ അത് ഓക്കെ കുറഞ്ഞു വന്നു. അങ്ങനെ ഞങ്ങൾക്ക് എടുത്തിട്ട് ഉറങ്ങി. നെക്സ്റ്റ് ഡേ എണിച്ചിട്ട് നോക്കുമ്പോഴേക്കും ഇതേ അവസ്ഥ, കണ്ണിങ്ങനെ അടിഞ്ഞിട്ടുണ്ട്, അതും റൈറ്റ് സൈഡത്തെ കണ്ണ് മാത്രം. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഉണ്ടെങ്കിൽ 4 days കഴിഞ്ഞിട്ട് വരണമെന്ന്. അങ്ങനെ സെക്കൻഡ് ഡേ ഇതേ അവസ്ഥ, ഞാൻ സ്കൂളിലേക്ക് പോയിട്ടാ, കാരണം ഈ ഒരു കണ്ണ് വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ പോയിട്ടാ. അതിന് മുമ്പെല്ലാം എനിക്ക് ഇതുപോലെ ഉണ്ടായിന്, ഇത്ര ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിട്ടാ. അങ്ങനെ ഡ്രോപ്സ് തന്ന് നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്നു, നമ്മൾ വേറൊന്നും വിചാരിക്കുന്നില്ല, വേറെ നമ്മൾ വിചാരിക്കുന്നില്ല, കാരണം നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തല്ലോ. പക്ഷെ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഒരു കണ്ണ് ജസ്റ്റ് റെഡായതാ സൂസൈഡിലേക്കല്ലോ. പക്ഷെ ഇതൊന്നുമല്ല, എൻ്റെ സ്റ്റോറി സ്റ്റാർട്ടാകുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ രാവിലെ അന്നും ഞാൻ സ്കൂളിൽ കട്ട് ചെയ്ത് ഇങ്ങനെ റെഡാകുന്നുണ്ട്. അങ്ങനെ ഒരു ഈവനിങ് എല്ലാം ആകുമ്പോഴേക്ക് അത് ശരിയായി. തേർഡ് ഡേയും പിറ്റേ ദിവസം രാവിലെ നെക്സ്റ്റ് ഡേ രാവിലെ എണിച്ച് നോക്കുമ്പോൾ പിന്നെയും കണ്ണിങ്ങനെ ആയിട്ടുണ്ട്. അങ്ങനെ തേർഡ് ഡേ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ വിചാരിച്ച് ഇത് കുറയുന്ന കാണുന്നില്ല, ഇനിയൊരു ഡേക്കും കൂടി വെക്കുന്നാട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമെന്ന്. അങ്ങനെ പോയിട്ട് ഡോക്ടർ പറഞ്ഞ് ഇതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം, എന്തെങ്കിലും കണ്ണിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പോയിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും അലർജി ആയിട്ടുണ്ടാവും, നമുക്ക് അങ്ങനെ ടെസ്റ്റ് ചെയ്യാനും. അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല, ഞാൻ തിരുമ്പിയിട്ട് ജസ്റ്റ് ഒരു ക്രാക്ക് വീണല്ലാത്ത വേറെന്തോ കാര്യമായിട്ടൊന്നും പ്രശ്നമില്ലാന്ന്. അങ്ങനെ ഓക്കെ ഡോക്ടർ പറഞ്ഞ് ഈ ഒരു ഡ്രോപ്സ് മാറ്റി തന്നു. അങ്ങനെ ഡ്രോപ്സ് മാറ്റിയിട്ട് ഇതാക്കുന്നുണ്ടതിന്. പിന്നെ എനിക്ക് ആ ഒരു സംഭവം പിന്നെ കുറച്ച് മുമ്പത്തെ നാട്ടി കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയിട്ട് നമുക്ക് ഇതന്നെ അവസ്ഥ, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റെഡാന്ന് പോന്ന്
അങ്ങനെ ഞാനൊരു 2 വീക്സ് ഞാൻ ക്ലാസ്സിലേക്ക് പോയി. എന്നിട്ടും പിന്നെ എനിക്കില്ല, പെട്ടെന്ന് ഇങ്ങനെ കണ്ണ് ഒന്നും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയ്ക്ക് എത്തി. പെട്ടെന്ന് ഞങ്ങൾക്ക് കണ്ണ് ഇറിട്ടേറ്റുന്ന പോലെല്ലായി. അങ്ങനെ കൺസൾട്ട് ചെയ്തിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് സ്പെക്സ് ഡോക്ടർ എഴുതി തന്നു. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം സ്പെക്ക് യൂസ് ചെയ്ത്. കാരണം ഞങ്ങൾക്ക് ബുക്ക് നോക്കാൻ പറ്റുന്നില്ല, കണ്ണിന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടുണ്ടാകുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ബുക്ക് തൊടാൻ പറ്റുന്നില്ല, ഒന്ന് നോക്കാനോ ഇതാക്കാനോ ഒന്നും പറ്റുന്നില്ല. ഒരിടത്തേക്ക് ഒരു മിനിറ്റ് ഫുള്ള് നോക്കിയെങ്കിൽ എൻ്റെ കണ്ണിന്, അതും ലെഫ്റ്റ് ഒരു പ്രശ്നമില്ല, റൈറ്റ് മാത്രം ഇങ്ങനെയല്ല പ്രശ്നമുള്ളത്. അങ്ങനെ 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 9th കഴിഞ്ഞ് ഓക്കെ. അതായത് അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ എനിക്കില്ല, കാരണം നമുക്ക് സുഖമില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെ പ്രശ്നമായതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ 10th ഞാൻ എത്തി. 10th എത്തിയിട്ട് ഫസ്റ്റ് നമ്മൾ പിന്നെ ഇത് വിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ട് വിട്ടു. അങ്ങനെ കഥ ശരിക്കും തുടങ്ങുന്നത് 10th. എൻ്റെ ലൈഫിൽ എന്ത് നമ്മ ഇങ്ങനെ പറയലില്ലേ, ഒട്ടും പ്രതീക്ഷിക്കാത്ത, നമ്മ ആകെ തകർന്നു പോയി, നമ്മ എല്ലാം പോയി എന്ന് പറയുന്നില്ലേ, അത് ഞാൻ 10th എത്തിയിട്ടാകുമ്പോൾ. 10th ഫസ്റ്റ് നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ട്. പക്ഷേ എനിക്കെന്ന് പറഞ്ഞെങ്കിലും ഒരു ദിവസവും അസുഖമില്ലാത്തില്ല. 10th പാതി വരെ ഉണ്ടെങ്കിലും പനിയായിട്ടോ ചുമയായിട്ടോ അതായിട്ടോ ഇതായിട്ടോ അങ്ങനെ ഇങ്ങനെ എല്ലാം ഉണ്ടെങ്കിലും 10th ഒരു പകുതിയാകുമ്പോഴേക്ക് നമുക്ക് പെട്ടെന്ന് ഞാൻ പൊരുക്ക് വന്നു. സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ പൊരുക്ക് വന്നിട്ട് ബാഗെല്ലാം വെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ടാകുമ്പോഴേക്ക് പെട്ടെന്നൊരു വേറെ വേദന റൈറ്റ് സൈഡ്. എല്ലാം നിങ്ങൾ നോട്ട് ചെയ്യണം, എല്ലാം റൈറ്റ് സൈഡിലേക്കാണ് എനിക്ക് പെയിൻ വരുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് പെട്ടെന്നൊരു പെയിൻ വന്നിട്ടാകുമ്പോൾ ഞാൻ വിചാരിക്കുന്നു, എൻ്റെ മനസ്സിലേക്ക് ഫസ്റ്റ് പോയത് അപ്പൻഡിക്സ് എന്ന്. കാരണം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം പറഞ്ഞത് ഗ്യാസ്ട്രിക് ആയിരിക്കും. അതിൻ്റെ ഗ്യാസ്ട്രിക്കിൻ്റെ ടാബ്ലറ്റ് തന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പെയിൻ ഇങ്ങനെ കൂടുന്നില്ലാത്ത കുറയുന്നില്ല, ഭയങ്കര എനിക്ക് സഹിക്കാൻ പറ്റാതെയാണ്. നമ്മൾ അടുത്ത് തന്നെയല്ല മാലിക് ദിനാറിൽ ഒരു ഡോക്ടറിനെ കാണിച്ച് ഡോക്ടർ പറഞ്ഞ് ഇത് യൂറിൻ ഇൻഫെക്ഷൻ ആയിരിക്കും, യൂറിൻ ടെസ്റ്റ് ചെയ്യാമെന്ന്. അതിന് നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് അവൻ പറഞ്ഞ് ചെറിയൊരു ഇൻഫെക്ഷൻ മാത്രമുള്ളത്, വലിയ ഇൻഫെക്ഷൻ ഒന്നുമില്ല, ഈ ഒരു ടാബ്ലറ്റ് ചെയ്ത് തരുന്നുണ്ട്, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കഴിച്ചാൽ മതി, വലിയ പ്രശ്നമൊന്നുമില്ല എന്ന്. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കത് പോകുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്നാൽ ഒരു ഇഞ്ചക്ഷൻ തരാം, ഇഞ്ചക്ഷൻ അടിച്ചിട്ടായിട്ട്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഇഞ്ചക്ഷൻ തരാമെന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷനോട് ഭയങ്കര പേടി. ഞാൻ പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് കുറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞെങ്കിൽ ആ ഒരു റൈറ്റ് സൈഡിൽ വന്ന് വേദന. പക്ഷെ ഞാൻ പറഞ്ഞ് ഓക്കെ ഞങ്ങൾക്ക് കുറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയത്. കാരണം എനിക്ക് ആ ഇഞ്ചക്ഷന് പേടി ഉണ്ടാവുന്നുണ്ട്. ആ ഇഞ്ചക്ഷൻ പേടിയില്ല ഞങ്ങൾക്ക്. ഇപ്പോൾ എന്ന് പറഞ്ഞെങ്കിലില്ലേ ഇഞ്ചക്ഷനാ എന്ത് ആ അവസ്ഥയ്ക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പം ആ കഥയിൽ ഞാൻ നിങ്ങളോട് ചെല്ലാം. അങ്ങനെ ഞമ്മ പൊരുക്ക് വന്ന് എനിക്ക് വേറെ വേദന പോകുന്നില്ല. ഉമ്മ പിന്നെ ഹോം റെമഡീസ് പോലെ ആയിട്ട് കുറേ അധികം വെളുത്തുള്ളി ചതച്ചതാ എന്തെല്ലാം തരുന്നുണ്ട്. ഉമ്മ കുറേ എന്തെല്ലാം ഹോം റെമഡീസ് നോക്കിയിട്ടാകുമ്പോൾ എൻ്റെ മാമാനോടാന്ന് ഇങ്ങനെ കാര്യം പറയുമ്പോഴേക്ക് മാമ പറഞ്ഞ് കുരുതിയാക്കി നോക്കൂ. അപ്പം നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞത് കുരുതി എന്നില്ലെങ്കിൽ മഞ്ഞ വെള്ളത്തിൽ മഞ്ഞ ഇട്ടിട്ട് ചുണ്ണാമ്പ് ഇട്ടിട്ട് ഇതാക്കുന്ന ആ ഒരു സംഭവമാണ് കുരുതി വെള്ളം. അതൊന്ന് നീ ചെയ്ത് നോക്ക്. ഒന്നല്ലാത്ത അതായത് ഇങ്ങനെ പുറത്തെല്ലാം പോകുന്നില്ലേ, ബാങ്കെല്ലാം വിളിക്കുമ്പോൾ പുറത്തെല്ലാം പോകുന്നില്ലേ, അപ്പം അത് ചെയ്ത് നോക്കെന്ന് പറഞ്ഞു. അപ്പം അത് ചെയ്തിട്ടാകുമ്പില്ലേ ഒരു ഓക്കെ ആയി. എനിക്കൊരു നേരായി. എന്നിട്ടാകുമ്പോൾ ഞാൻ ഓക്കെ ഉമ്മയോട് പറഞ്ഞു എനിക്ക് ഇപ്പോൾ കുറവുണ്ട്. ഡോക്ടർ മരുന്ന് തന്നിട്ടോ നോക്കിയിട്ടോ ഉമ്മാൻ്റെ ഒരു ഹോം റെമഡീസിലും എനിക്ക് ഓക്കെ ആയിട്ടാ. ഇതിലെനിക്ക് ചെറിയ രീതിയിലൊരു ഓക്കെ ആയി. എന്നിട്ടാകുമ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ നേരായി. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാൻ സ്കൂളിലേക്ക് പോകാൻ രാവിലെ എണിച്ചിട്ടാകുമ്പോൾ ഈ സെയിം വേറെ വേദന എനിക്ക് സ്റ്റാർട്ടായി. അതായത് എനിക്ക് പറയാനോ അത് ഇങ്ങനെ എന്ത് ഒരു റൈറ്റ് സൈഡിലേ ഇങ്ങനെ ഒരു വേദന വരുന്നു, പെട്ടെന്ന് വരുന്നത്, പെട്ടെന്ന് വരുന്നത്. ഞാൻ
ഇരുന്നിട്ട് നമുക്ക് ചാടി എഴുന്നേറ്റ് പോകും. ആ ഒരു രീതിയിലാണ് വേദന വരുന്നുണ്ടായത്. അങ്ങനെ വരുന്നു. പിന്നെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ആ വേദന പോന്നു. പിന്നെ ഓക്കെ ആയി. പിന്നെ ആദ്യയിലെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആദ്യയിലെ വരുന്നു. ഇങ്ങനെയെല്ലാം ആയിട്ടാകുമ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു ഇനി ഇത് ഡോക്ടറെ കാണിക്കണമെന്ന്. അങ്ങനെ പിന്നെയും ഞങ്ങൾ നമ്മളെ കുറച്ച് വേറൊരു ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്തു. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് ടെസ്റ്റ് ചെയ്താൽ ഒന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്കാനിങ് ചെയ്യാന്ന് പറഞ്ഞു, എന്ത് പ്രോബ്ലം നോക്കിയിട്ട്. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു അപ്പൻഡിക്സ് ആയിരിക്കുമെന്ന്. കാരണം ഇത് എപ്പോൾ എൻ്റെ ഉമ്മ പറയലുണ്ട്, ഭാര്യ വിളിച്ചിട്ട് എന്തെങ്കിലും തിന്നണ്ട അപ്പൻഡിക്സ് പോലത്തെ എല്ലാം വരും. എനിക്ക് അച്ചാറതെല്ലാം ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ അപ്പൻഡിക്സ് പോലത്തെ വരുമല്ലേറ്റ് ഞങ്ങൾ എന്താക്കി സ്കാനിങ് എടുക്കാൻ പോയി. എനിക്ക് ഞാനിങ്ങനെ വിചാരിക്കുന്നത് അപ്പൻഡിക്സ് ആയിരിക്കുമോ നെല്ലിയിട്ട്. കാരണം എല്ലാവരും പറയുന്നേക്കുണ്ട് അപ്പൻഡിക്സ് വരുമ്പോഴേക്ക് നമുക്ക് സഹിക്കാൻ പറ്റില്ല അതങ്ങനെ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് ഇപ്പോൾ ഓപ്പറേഷൻ ആക്കും അപ്പൻഡിക്സ് ഉണ്ടെങ്കിൽ ഞാൻ എന്താക്കും, ഇഞ്ചക്ഷൻ വെക്കണമല്ലോ, നമുക്ക് ഇതെല്ലാം എന്താകും, എങ്ങനെ സഹിക്കും ഞാൻ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പേടിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പൻഡിക്സ് അങ്ങനെ ഞാൻ സ്കാൻ ആക്കിയിട്ടാകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, സ്കാനിങ് എല്ലാം നോർമൽ, അപ്പൻഡിക്സ് ഇല്ല, ഒന്നുമില്ല, എല്ലാം നോർമൽ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എന്ത് നമുക്ക് അറിയുന്നില്ല, പിന്നെ എന്ത് എനിക്കിങ്ങനെ ആണെന്ന് അറിയുന്നില്ല. പിന്നെ നമുക്കൊരു എന്ത് വെപ്രാള, എൻ്റെ ഈ വേദന ഉമ്മാക്ക് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കാണെങ്കിൽ അനുഭവിക്കാനും പറ്റുന്നില്ല. പിന്നെ ഞാൻ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി. എത്ര ദിവസമുണ്ട് സ്കൂളിൽ, ഓൾറെഡി നല്ലൊരു ഹെവി ലീവൊക്കെ ആയി. അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് പോയിട്ട് റിട്ടേൺ വന്നിട്ടായിട്ട് സ്കൂളിൽ നിന്ന് എന്നെ ഉമ്മാക്ക് വിളിച്ച് എനിക്ക് എന്തായാലും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ റിട്ടേൺ പൊരുക്ക് വന്നിട്ട് എനിക്ക് വൊമിറ്റ് ആക്കാൻ തുടങ്ങി. ഞാൻ വൊമിറ്റ് ആക്കുന്നത് നിർത്തുന്നില്ല. വൊമിറ്റ് എന്നെല്ലാം പറഞ്ഞെങ്കിലേ എന്നെ ഫുള്ള് എനിക്കൊരു പച്ച വെള്ളയിൽ ഞാൻ കുടിക്കാൻ ആഗ്രഹിച്ച ദിവസം വരെ എനിക്ക് ഉണ്ടായിന്. കാരണം അന്ന് മുതൽ എനിക്ക് തുടങ്ങി ഒരു സാധനം എനിക്ക് തിന്നാൻ പറ്റുന്നില്ല. എന്ത് ഞാൻ തിന്ന് അതപ്പോൾ വോമിറ്റ് ആക്കിയിട്ട് പുറത്ത് വരും. വോമിറ്റ് എന്ന് പറഞ്ഞെങ്കിലേ അങ്ങനത്തെ വോമിറ്റാണ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. ഒരു സാധനം തിന്ന് വോമിറ്റായി. അപ്പം എനിക്ക് ആ ഒരു ഡേയ്സ് അല്ലേ എനിക്ക് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ ജീവനോടെ ഉണ്ടായിപ്പോന്ന്. കാരണം അങ്ങനത്തെ ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ നടന്നിന്. അപ്പോൾ ഞാൻ പറയാതല്ലേ എന്തെന്ന്. അങ്ങനെ വോമിറ്റിങ് സ്റ്റാർട്ട് ആയിട്ടാകുമ്പോൾ പിന്നെ ഇനി എന്ത് നമുക്ക് തിന്നാൻ പറ്റുന്നില്ല, എല്ലാം വോമിറ്റ് ആക്കിയിട്ട് പോകുമ്പോൾ പ്രശ്നം ഗുരുതരായി. അപ്പോൾ എൻ്റെ കസിൻ പറഞ്ഞ് ഈ ഒരു ഡോക്ടറെ നമുക്ക് കൺസൾട്ട് ചെയ്യാം. ഈ ഡോക്ടർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ കാസർഗോഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡോക്ടർ. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടറിനെ അറിയാത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തെന്ന് കാര്യം പിടികിട്ടിയെങ്കിൽ ഈ ഡോക്ടർ എന്തായെങ്കിലും അതിന് വേണ്ടി ഏത് ഡോക്ടർ പറഞ്ഞിട്ട് അവർക്ക് എഴുതി തരുമെന്ന്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു എനിക്ക് എന്തോ സിട്രിക് ആസിഡ് ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ളത്. അപ്പം 3 നമുക്ക് അഡ്മിറ്റ് ചെയ്തിട്ട് ട്രിപ്പ് ഇട്ട് കൊടുക്കാം, മരുന്ന് കയറ്റാന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ആ ഡോക്ടറെ ആ കരിയറിൻ്റെ ഭാഗമായിട്ട് ആകെ ആ ഡോക്ടറെ കാൽക്കുലേഷൻ തെറ്റിയത് എൻ്റെ കാര്യത്തിലായിരിക്കും. കാരണം ഡോക്ടർ ഇത് എനിക്ക് ഈ ഒരു പ്രശ്നമൊന്ന് എന്നിട്ട് എനിക്ക് മരുന്ന് തന്ന്, പക്ഷെ ഡോക്ടർക്ക് അറിയുന്നില്ലല്ലോ എനിക്ക് ഇതൊന്നും അല്ല പ്രശ്നമാണ്, എൻ്റെ പ്രശ്നം ഇതല്ലാന്ന്. അങ്ങനെ എനിക്ക് 3 അഡ്മിറ്റ് ചെയ്തിട്ട് എനിക്ക് ഡെയിലി 3 ഇഞ്ചക്ഷൻ എല്ലാം തരുന്നുണ്ടായിന്, 3-4 ഇഞ്ചക്ഷൻ എല്ലാം തരുന്നുണ്ടായിന്. ഇങ്ങനെ നേഴ്സ് വന്നിട്ട് ഡോറിങ്ങനെ നോക്കാക്കുമ്പോഴേക്ക് ഞാൻ ഇങ്ങനെ വെച്ചും അവരോട് കാര്യം ഓൾറെഡി ഞാനിങ്ങനെ എനിക്ക് പെയിനിലൊക്കെ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്, പെയിൻ സഹിക്കുന്നുണ്ട്. ഇഞ്ചക്ഷൻ കൂടി കാരണം ഞങ്ങൾക്ക് അത്ര പേടി ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നത്. ഇഞ്ചക്ഷൻ്റെ പേടി കൂടി അങ്ങ് ഇഞ്ചക്ഷൻ്റെ പെയിൻ കൂടി അങ്ങ് സഹിക്കാൻ കഴിയില്ല. ഉമ്മ ബാണ്ട ഞമ്മക്ക് അങ്കിലൊന്നും ഒരു കുറവില്ല. അത്ര ജാസ്തി ഇഞ്ചക്ഷനാണ്. ഡെയിലി 4-5 വെച്ചിട്ടല്ലോ ഇതിലൊന്നും ബ്ലഡ് ടെസ്റ്റ് ആക്കുന്നു അങ്ങനെ ആക്കുന്നു. അപ്പം ഇതിലൊന്നും നമുക്ക് കുറയുന്നില്ല. പിന്നെ എന്ത് കഴിയാത്ത എന്ത് ഉമ്മ ഇങ്ങനെ പറയുന്നത് എൻ്റെ മൂക്കി എന്തായിനത് അന്നെൻ്റെ ഉമ്മ ഇങ്ങനെ ചെന്നു എപ്പോൾ നിന്നൊരിക്കും. കാരണം അപ്പോഴേക്ക് ഏകദേശം 2 months 3 months ആയി ഞാൻ ഇങ്ങനെ സഹിക്കുന്നത്. ഈ ഒരു അവസ്ഥയൊക്കെ എത്തിയിട്ട് 3 months ആയി ഞാൻ സഹിക്കുന്നത്. ഞാൻ ഉമ്മ പറയുന്നത് എപ്പോൾ നിന്നെ ഒന്ന് നേരായിട്ട് കാണുന്നത് എന്താ. അപ്പോൾ ഉമ്മ കരയുമ്പോഴേക്ക് ഞങ്ങൾക്കും
ഞാനും ആകെ ഡൗണായി. മുമ്പോട്ട് ഇനി ലൈഫ് ഉണ്ടാവില്ലേ, എപ്പോൾ ഞാൻ ട്രിപ്പ് ഇട്ടിട്ട് ജീവിക്കുന്ന, കാരണം ഞങ്ങൾക്ക് എന്ത് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം അത് വൊമിറ്റ് ആക്കിയിട്ട് പോകുന്നു. അപ്പം ഞാൻ എൻ്റെ ഉമ്മാനോട് ചെന്ന് ഇനി ഞങ്ങൾക്ക് എന്ത് തിന്നാൻ പറ്റില്ല. ഞാനെന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ഞാൻ ഈ കഴിക്കുന്ന ഫുഡും ഇതല്ലോ, ഞാൻ കാരണം അത്യാവശ്യം നല്ലോണം ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇത് നമുക്ക് തിന്നാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് തിന്നു അപ്പോൾ വൊമിറ്റ് ആക്കിയിട്ടാകുമ്പോൾ പിന്നെ എനിക്ക് ക്ഷീണമാണ്. പിന്നെ ഈ വൊമിറ്റ് ആക്കിയിട്ട് ക്ഷീണം തിന്നെങ്കിലേ വൊമിറ്റ് ആക്കേണ്ടി വരും. ഞാൻ തിന്നുന്നേ ഇല്ല, അങ്ങൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് എൻ്റെ എത്രയോ ഫേവറേറ്റ്സ് ആണ് ഞാൻ എല്ലാം ഒഴിവാക്കി. ഞാൻ ഇങ്ങനെ വിചാരിച്ച് ഉമ്മ ഓരോരിക്കലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് തരുമ്പോൾ ഞാൻ കാണിച്ചില്ല എനിക്ക് ബാണ്ടും അത് എനിക്ക് ഇന്ന് അത് വേണ്ട, എനിക്ക് ഇന്ന് തിന്നാൻ വേണ്ട. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഞാൻ എന്തിനും ഉമ്മാനോട് അങ്ങനെയല്ല പറഞ്ഞത്. ആ പട്ടിണിൻ്റെ വില എന്തെന്നില്ലേ ഞാൻ മനസ്സിലാക്കിന്. കാരണം നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ വില മനസ്സിലാവാൻ ഞാൻ വിചാരിക്കും കഞ്ഞി ഒരിക്കൽ തിന്നാൻ കഴിഞ്ഞിനെങ്ക നേരെ ഒന്ന് വോമിറ്റ് ആക്കാത്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ കരഞ്ഞ രസമുണ്ട്. ഞാൻ വേണം എനിക്ക് എന്തെങ്കിലും കഴിയുമ്പോൾ കഞ്ഞി നമുക്ക് തിന്നാൻ കിട്ടിയെങ്കിൽ മതി, എനിക്ക് എന്തെങ്കിലും ആയി. ലൈക്ക് നമുക്ക് എന്ത് തിന്നൊക്കെ തടിയിൽ നിൽക്കുന്നില്ല. ഈ ട്രിപ്പ് ഇട്ടിട്ട് തന്നെ പോകുന്നുണ്ടായത്. അങ്ങനെ എൻ്റെ സുനിൽ ചന്ദ്രൻ പറഞ്ഞു ഏകദേശം 10 days ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു 10 ഡേയ്സിലും എൻ്റെ അസുഖം കുറയുന്നില്ല. അപ്പം പിന്നെ എല്ലാവർക്കും ഒരു ഇതായി, എന്താ ഇങ്ങനെ കുറയാത്ത, എല്ലാവരും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എന്താ ഇപ്പോൾ എല്ലാവരും മീൻസ് ഇപ്പോൾ ജസ്റ്റ് എൻ്റെ കസിൻസിന് അടുത്ത ആൾക്ക് മാത്രം അറിഞ്ഞിട്ടുള്ളൂ. അപ്പം അവർക്കൊരു കാണുമ്പോൾ ബേജാറാകുന്നുണ്ട്, അവർ അങ്ങനെ ബേജാറാക്കുമ്പോൾ കൈനാട്ട് ബേജാറാന്ന് ഇനി എന്തിങ്ങനെ തിന്നാൻ പറ്റുന്നില്ല എന്നെല്ലാം പറയുമ്പോഴേക്കില്ലേ അങ്ങനെ പേടിയാണ്. പിന്നെ ഞങ്ങൾക്ക് ആകെ കുടിക്കാൻ പറ്റുന്നത് പൊണ്ടത്തിൻ്റെ വെള്ളം ഈ 2 കുടിച്ചെങ്കിൽ മാത്രം തടിയിൽ പിന്നെങ്ങും ബാക്കി ഒരു സാധനം ബാക്കിയാകുന്നുണ്ടായിട്ടാ. പിന്നെ ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു ടോപ്പിക് ചേഞ്ച് ആയിട്ട് ഒരു കാര്യം പറയാം. അപ്പം ഞാൻ 10 days ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസവും അങ്ങനെ ഞാൻ ഈ അഡ്മിറ്റ് ആയ ടൈമിന് ഷെയ് എൻ്റെ ഇല്ലേ റിലേറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, എവിടെയോ ഒരു ഇങ്ങനെ ആയിട്ട് ഇവിടെ ഒരു ചെറിയ എവിടെയോ ഇങ്ങനെ ഒരു കണക്ഷൻ വരുന്നു. ഓക്കെ, റിലേറ്റീവ് അങ്ങനെ ഒന്നുമല്ല, എവിടെയോ ഇങ്ങനെ അറിയുന്ന ആൾക്കാർ എന്ന് പറയുന്നില്ലേ, പരിചയക്കാർ. അപ്പോൾ എൻ്റെ ഉമ്മാക്കില്ലേ ഷെയ്ൻ്റെ തന്നെ എൻ്റെയും ഷെയ്നിയും തമ്മിൽ കണക്റ്റാകുന്ന ഒരു പരിചയക്കാരുണ്ടാവുമല്ലോ, ഇങ്ങനെ പരിചയം. അങ്ങനെ അവരോട് ചോദിച്ച് എന്താ ഇവിടെ ആരും ഇങ്ങനെ മയ്യത്ത് ഇങ്ങനെ ആരോ മരിച്ചിട്ട് ഇങ്ങനെ മയ്യത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മ ചോദിച്ച് ആര് മരിച്ചതെന്ന്. അപ്പോൾ അവർ പറഞ്ഞ് ഇന്ന ആളെന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ റിലേഷനുള്ള പുരയിൽ അറിഞ്ഞിട്ടാകുമ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞ് അന്ന് മരിച്ചെന്ന് പറഞ്ഞിട്ട് ഒരാൾ, അത് ഷെയ്ൻ്റെ ഉപ്പപ്പാന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഉപ്പപ്പാനെ ഞാനും പുറത്തു നിന്നിട്ട് നോക്കിന്. അപ്പം എനിക്ക് ഉപ്പപ്പാനും എനിക്ക് കാണാനുള്ള ആ ഒരു ഇതക്ക് ഉണ്ടായിന്. അത് ഞാൻ അവനോട് ചെല്ലിയത് ഞാനപ്പോൾ വിചാരിക്കുന്ന ഞാൻ 10th ഓന് +2 പഠിക്കുന്നുണ്ടായ കാലത്ത് നമ്മൾ വിചാരിക്കുന്ന എൻ്റെ മാപ്പിളുടെ ഉപ്പപ്പ മരിച്ചത് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. ലൈക്ക് അതൊരു കോയിൻസിഡൻസ് എനിക്ക് കൂടി കാണാൻ പറ്റിയതെന്ന്. അപ്പോൾ എൻ്റെ കഥയിലേക്ക് വരാം. അങ്ങനെ ഈ ഡോക്ടർ പറഞ്ഞ് ഞാൻ എൻ്റെ ഓൾക്ക് ഇതല്ല പ്രോബ്ലം, ഈ ഒരു പ്രോബ്ലം ഉണ്ടായിന്, അത് മരുന്നിൽ പോയിന്. പക്ഷെ ഓൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ഇതൊക്കെ ഇതല്ല പ്രോബ്ലം, എൻ്റെ കാൽക്കുലേഷൻ തെറ്റി. മീൻസ് ഞങ്ങൾക്ക് ഇത് മാത്രമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതല്ല, നിങ്ങൾ വേറെ പോയിക്കോ, മാംഗ്ലൂർ വലിയൊരു ഹോസ്പിറ്റലിൽ കാണിച്ചോ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും പുരയിൽ വന്നിട്ട് ഡിസ്ചാർജ് ആയിട്ട്. പിന്നെ ഈ ഡോക്ടർ ഇങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും ശരിക്കും എന്ന് പറഞ്ഞിട്ട് വേറൊരു അവസ്ഥയായി. പുരയിൽ ഭയങ്കര ബേജാറായി. അന്ന് ഞാൻ പറയുന്ന എൻ്റെ ഉമ്മയിൽ ഭയങ്കര സഹിച്ചിന്. കാരണം എൻ്റെ ഉമ്മ ഒറ്റക്കാണ് ഇങ്ങനെയല്ല, എൻ്റെ ഫാമിലി കസിൻസ് എല്ലാവരും ഉണ്ട്. പക്ഷെ എൻ്റെ ഉപ്പ ഖത്തറിലുള്ളത്, ഉപ്പാക്ക് കോളാക്കിയിട്ട് എത്ര ഉമ്മാനെ സമാധാനിപ്പിക്കാൻ പറ്റും, എൻ്റെ സിറ്റുവേഷൻ എത്ര ഉപ്പാക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉപ്പ വിചാരിക്കുന്ന സുഖമില്ല എന്ന് പറയുമ്പോൾ ഉപ്പാക്ക് ഉമ്മ പറയുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉള്ളത് കാണുന്നതിന്. കാരണം ഞാനില്ല ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പെടുക്കുന്നതെന്ന് ചെല്ലില്ല. അങ്ങനെ അത് നമുക്കാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും പെയിൻ വരുമ്പോൾ പെയിൻ കില്ലർ കഴിച്ചിട്ട് അത് കുറയും. അത് പെയിൻ കില്ലർ കഴിച്ചിട്ട് 2 മിനിറ്റ് മുന്നാണ്ടിരിക്കുക, കുറയും നേരിട്ടെങ്കിൽ നമുക്ക് ആശ്വസിക്കാം. എൻ്റെ ഇത് കുറയുന്നില്ല.
ഞാനിങ്ങനെ വിചാരിക്കുന്നത്, ഞാൻ ഇങ്ങനെ പേടിച്ചിട്ട് ജീവിക്കുന്നത്, ഇപ്പം വരും അതിലെ വേദന, ഇപ്പം വരും ആ വേദന. ഞാൻ ഒരു 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇപ്പം ആ വേദന വരും. ഇപ്പം അങ്ങനെ സഹിച്ചിട്ട് ഞാൻ ആ ഒരു ലെവലിലേക്ക് എത്തി. ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഞങ്ങൾക്ക് എന്നെ സഹിക്കാൻ പറ്റുന്നില്ല, എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോയിട്ട് എങ്ങനെ നിങ്ങൾ നേരാക്കി, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഉമ്മായിട്ട് ഞാൻ കരയാൻ തുടങ്ങി. ഉമ്മാവും കരയാൻ തുടങ്ങി. അങ്ങനെയല്ലായി. അങ്ങനെ ഞങ്ങൾ മാംഗ്ലൂർ നമ്മളെ കൺസൾട്ട് ആക്കാന്ന് പറയുന്നു. മാംഗ്ലൂർ പോയിട്ടാകുമ്പോൾ നമുക്ക് ബാംഗ്ലൂർ ഡോക്ടറെ കാണിക്കാൻ പോയി. എന്ന് പറഞ്ഞെങ്കിൽ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറെയാണ് നമ്മൾ കൺസൾട്ട് ചെയ്ത്. നമ്മൾ ഈ ഒരു ഡോക്ടർ നമുക്ക് എഴുതി തന്നത് വേറൊരു ഹോസ്പിറ്റലിലേക്കാണ്. പക്ഷെ നമ്മൾ ആടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫാമിലിയിൽ ഒരാൾക്ക് കാണിച്ചിട്ട് ബെസ്റ്റ് ഡോക്ടർ എന്ന് പറയാം, ആ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ആക്കാൻ നമ്മൾ പ്ലാൻ ആക്കി. അപ്പോൾ എൻ്റെ ഉപ്പരയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് ഈ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ നമുക്ക് കൺസൾട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ ഞാൻ ആകെ ഡൗണായി. എന്ന് പറഞ്ഞെങ്കിലേ ഞാൻ ഡൗണായിപ്പോയി. ഞാൻ ക്യാൻസർ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ പോകുന്ന എന്നെ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായല്ലോ എൻ്റെ ആ ഒരു അവസ്ഥ ഏതായിരിക്കുമെന്ന്. ഞാൻ വിചാരിച്ചെന്നെങ്കും എൻ്റെ ഒരു പെയിന് പോയി കിട്ടിനാ മതിയായിരുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോയിട്ട് ഡോക്ടറെ കണ്ടിട്ടാകുമ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ടെസ്റ്റ് എല്ലാം ചെയ്യാനുണ്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. നാട്ടിലത്തെ പിന്നെ ഒന്ന് ബാംഗ്ലൂരിലത്തെ ഡോക്ടർ നാട്ടിലത്തെ ഒരു റിസൾട്ട് നോക്കുന്നില്ല, എല്ലാം പുതിയതായിട്ട് എടുത്ത്. അപ്പം എനിക്ക് സ്കാനിങ്ങിൻ്റെ ഡേറ്റ് നെക്സ്റ്റ് ഡേ കിട്ടിയത്. അപ്പോൾ പറഞ്ഞു അഡ്മിഷൻ ചെയ്തിട്ട് പെയിൻ കില്ലർ നോക്കാമെന്നെല്ലാം പറഞ്ഞു. ഞാൻ പറയാം മാംഗ്ലൂരിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡോക്ടർ എന്ന് തന്നെ പറയാം, വെങ്കട്ടി സഞ്ജീവ് എന്ന് പറയുന്ന ഡോക്ടർ. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞ് നെക്സ്റ്റ് ഡേ എൻ്റെ സ്കാനിങ് കഴിഞ്ഞിട്ടാകുമ്പോൾ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നു. എന്നിട്ട് അപ്പോൾ ഇപ്പോൾ എന്നെ വീഡിയോ ഏകദേശം നല്ല ലെങ്ത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു മുന്നേ ഞാനും ഉമ്മ ഇതായിരിക്കുന്നു, ഉമ്മ ഞങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ എന്താക്കും ഉമ്മ ഞാൻ ഉമ്മനോട് ചോദിക്കുന്നു. അപ്പോൾ ഉമ്മ ചെറുപ്പം അങ്ങനെ ഒന്നും ചെല്ലണ്ട, കാരണം ഞാൻ മാത്രം എൻ്റെ ഉമ്മക്കുള്ളത്. എൻ്റെ ഉപ്പ ഗൾഫിലുണ്ടായത്, അപ്പോൾ ഉപ്പ ഖത്തറിലുണ്ടായത്. അപ്പോൾ ഉമ്മനെ സമാധാനിപ്പിക്കാൻ ഞാനും എന്നെ സമാധാനിപ്പിക്കാനും ഉമ്മാവും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്ന ഞങ്ങൾക്കെന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ ഉമ്മാക്കൊരു സപ്പോർട്ടായിട്ട് കസിൻസ് എല്ലാവരും ഉണ്ട്, എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായിന്. പക്ഷെ ഞാനും ഉമ്മാവും ചെല്ലും കുറച്ച് അധികം അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ രണ്ടാൾ തന്നെയല്ലേ ജീവിക്കുന്നുണ്ടായത്. പിന്നെ എൻ്റെ എൻ്റെ പൊരയിലത്തെ മാമ എന്ന് പറഞ്ഞെങ്കിൽ ഞാനും ചെല്ലിങ് മാമക്ക് കഴിഞ്ഞ് വേറൊന്നുമില്ല. മാമാക്കും ബേജാറ് എൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഞാൻ പെടുക്കുന്നു. ഞങ്ങൾക്കെന്ന് പറഞ്ഞെങ്കിൽ ഒരു 5 മിനിറ്റ് മുണ്ടിയിട്ടായിട്ട് 6ാമത്തെ മിനിറ്റ് നോക്കുമ്പോൾ ഞാൻ ഇവിടെ സഹിച്ച് പെടുക്കുന്നുണ്ടാന്ന്. എൻ്റെ വേസ്റ്റ് പാസ്റ്റാണിത്. അപ്പോൾ ഞാൻ മാംഗ്ലൂർ കാണിക്കാൻ പോയതും അതിൻ്റെ ഡോക്ടർ റിസൾട്ടും അതെല്ലാം ഞാൻ നെക്സ്റ്റ് വ്ലോഗായിട്ട് പറയാം. ഇത് ഓൾറെഡി നല്ല 20+ മിനിറ്റ്സ് ആയി. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു നിൽക്കുന്നത് നിങ്ങൾക്കും നല്ലോണം ബോറടിക്കും. അപ്പോൾ ഞാൻ എൻ്റെ എന്താ അവസ്ഥ, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ വരെ ഞാനിങ്ങനെ വിചാരിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ വിചാരിച്ച് ലൈഫ് വീട് തന്നെ ഉണ്ടാക്കിറ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വരെ ഞാൻ വിചാരിച്ച ഓരോ ഇതും ഞാൻ പറയാം നിങ്ങളോട്. അപ്പോൾ ഈ നിങ്ങൾക്ക് പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻ്റ് ആക്കുക. അപ്പോൾ ഇത് ഭയങ്കര ലാഗായി ഓൾറെഡി. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ പാർട്ട് 2 ആയിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ ഓക്കെ, ബൈ.